ഗൈസ് അങ്ങനെ നമ്മളിതാ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ചേറുമ്പ് ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇതൊരു പാർക്കാണ്. ഇവിടെ ഇങ്ങനെ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിന്ന് ഇവിടേക്ക് വന്നതല്ല, ഞാനൊരു വാട്ടർഫോൾ കാണാൻ വന്നതാണ്. എവിടെയെന്ന് വെച്ചാൽ കേരളാംകുണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അടിപൊളിയാണ് അവിടെ. അപ്പോൾ ഇവിടെ ഒരു പുഴ ഇതാ കാണുന്നുണ്ട്. ഈ സൈഡിൽ എന്താ പറയുക, ഈ സൈഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബാണ്. ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു അടിപൊളി വൈബാണ്. ഫുള്ളിങ്ങനെ പച്ച കളർ, ഫുൾ ഗ്രീൻ കളറായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളിങ്ങനെ അറിയപ്പെടാത്ത കുറേ പാർക്കുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ മലപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കാണ് കോട്ടക്കുന്ന് പാർക്ക്. പക്ഷെ അതിനോട് അടുത്തായിട്ട് തന്നെ വേറൊരു പാർക്കും കൂടെ ഉണ്ട്, ശാന്തി തീരം എന്ന് പറയുന്നത്. അതുപോലെയുള്ളൊരു പാർക്കായിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. ഇങ്ങനെയുള്ള കുറേ പാർക്കുകൾ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ ഭയങ്കര ഒരു പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് തിരക്കൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് പോകാനുള്ളത് ആ കാണുന്ന ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് ബാമ്പുകളുണ്ട്, മുളങ്കൂട്ടം. ഇപ്പോൾ മിക്കവാറും ഒരു മഴ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മേഘമൊക്കെ അങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ വേണം നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും അറിയപ്പെടാത്ത പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് പാർക്കുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യൂ. ഇവിടെ നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് നല്ല ഇങ്ങനെ എന്താ പറയുക, ഷെയ്ക്ക് ആവുന്നുണ്ട് നടക്കുന്ന സമയത്ത്. പിന്നെ ഈ ബാമ്പുവിൻ്റെ ഈ ഒരു പിക്ചർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ പോയ പോലെയായിരുന്നു ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് തോന്നിയത്. രണ്ട് സൈഡിലും ഇങ്ങനെ കൈതയുടെ ചെടിയോ അങ്ങനെ എന്തോന്നാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പുഴേൻ്റെ സൈഡിലാണ്. നല്ല ഭംഗിയാണ്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. പക്ഷേ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ മുളേൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം.